എന്നോളാൻ നിങ്ങളുടെ ജോലിക്കാരി തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നത്. ഞങ്ങളുടെ വീടിന്റെ വാതിക്ക് നിരങ്ങി നടക്കുന്ന തെരുവ് പട്ടികൾക്ക് വരെ ഞങ്ങളുടെ പണിക്കാരി അത്താഴം കഴിഞ്ഞ് ബാക്കി വരുന്ന ചോറ് കൊണ്ടു കൊടുക്കും. അതിന്റെ പേരും പറഞ്ഞ് ആ പട്ടി ഒരിക്കലും ഇവിടെ കയറി വന്ന് ഈ സോഫയിൽ ഇരുന്നിട്ടില്ല. സോറി മാഡം, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പണിക്കാരോട് ഇത്രയ്ക്ക് പക്ഷപാതം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ഞങ്ങളായിട്ട് പറയുന്നതിന് മുൻപ് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടിയിരുന്നത്. ഇനി മേലിൽ ഇവിടെ വരുമ്പോ പടിക്ക് പുറത്ത് നിന്ന് കാര്യം കണ്ടിട്ട് സ്ഥലം വിട്ടോളണം. അണ്ടർസ്റ്റാൻഡ്? ഇനി എന്താ നോക്കി നിൽക്കുന്നേ? മേഘന വന്നോളും. പോയി പുറത്ത് നിൽക്കാൻ നോക്ക്. ചന്തു, നീയോടെ നിക്ക. എന്താ ഇത് ചെറുമേ? നമ്മുടെ കീഴിൽ ഒരാൾ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രം അവര് നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണായോ പടിപ്പുറത്ത് കിടക്കുന്ന ചെരുപ്പായോ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വീട്ടിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും ബഹുമാനിച്ച് ആനയിച്ചിരുത്തണമെന്ന് ചെറിയമ്മേക്കാളും പ്രായം കുറഞ്ഞ ഞാൻ പറഞ്ഞിരണമെന്നില്ലല്ലോ. മേഘനെ, എന്താ എന്നെ നിന്റെ ഭരണത്തിന്റെ വരുതിയിലാക്കുകയാണോ? എന്ത് ഭാവത്തിലെ നിന്റെ ഉപദേശം? ചെറിയമ്മയെ ഭരിക്കാൻ വരണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. അതുമല്ല, ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയ ഒന്നും മിണ്ടാതെ കണ്ടോണ്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല. ഉപദേശം സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും നീ? ആഫ്റ്റർ ഓൾ മിഥുന്റെ കമ്പനി ജോലി ചെയ്യുന്ന പണിക്കാരന്റെ മുമ്പിൽ വെച്ച് എന്നെ നീ അപമാനിക്കുന്നോ? അപമാനിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയായിരിക്കില്ല ചെറിയമ്മേ. ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടെ ഞാൻ കാര്യം പറഞ്ഞു തന്നത്. നമ്മുടെ കൂടെ ഇത്രയും പേര് ജോലി ചെയ്യുന്നതുകൊണ്ടാ നമ്മൾ ഇത്രയും സുഖഭോഗത്തോടു കൂടി ജീവിക്കുന്നുള്ള കാര്യം മറക്കരുത്. മേഘനെ, നീ കാര്യമില്ലാണ്ട് എന്റെ ഈഗോ ഹേർട്ട് ചെയ്യുന്നത്. പ്രിയമതേ, മതി, നീ ഒന്ന് നിർത്തിക്കേ. മേഘന പറഞ്ഞതിൽ എന്താ തെറ്റ്? നമ്മുടെ കീഴിൽ പണിയെടുക്കുന്നവരാന്ന് കരുതി വായിൽ തോന്നിയത് എന്തും പറയുന്നത് ഔചിത്യമല്ല. ഇവിടെ ആരെ ബഹുമാനിക്കണമെന്നും ആരെ അകറ്റി നിർത്തണമെന്നും ആർക്കും ഒരു വിവരം ഇല്ലാണ്ടായിരിക്കുക. ചന്തു, ചെറിയമ്മ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ നിന്നോട് സോറി ചോദിക്കാം. ഒന്നും മനസ്സിൽ വെക്കല്ലേ. ഇല്ല മാഡം, ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ് മാഡം. മാഡം എന്തോ ബാഡ് മൂഡിലാന്ന് തോന്നുന്നു. അതല്ല, എന്റെ നേരെ തീർത്തന്നേ ഉള്ളൂ. ഇതൊക്കെ സാധാരണമല്ലേ മാഡം? അതിരിക്കട്ടെ, നീ എന്ത് ഈ വഴിക്ക്? കോറിയിൽ ബ്ലാസ്റ്റിംഗ് നടന്നെന്ന് CCTV ഫുട്ടേജ് മിസ്സായില്ലേ മാഡം? ഫുട്ടേജ് റിക്കവറിക്ക് ഹാർഡ് ഡിസ്ക് കൊടുത്തയച്ചിരുന്നു. കുറച്ചൊക്കെ അവർ റിക്കവർ ചെയ്തിട്ടുണ്ട്. ആ ഹാർഡ് ഡിസ്ക് തരാമെന്നപ്പോ മിഥുൻ സാർ ഇല്ലെന്ന് പറഞ്ഞു. അത് ഞാൻ തന്നെ മിഥുനേട്ടനെ ഏൽപ്പിച്ചോളാം. ഇതാ. ഇതാ മാഡം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ചെറിയ ജോലിയിലാണെങ്കിലും നല്ല സംസ്കാരമുള്ള പയ്യനാണെന്ന് തോന്നുന്നു. പ്രിയംവദ അത്രയും പറഞ്ഞിട്ടും അവനൊരു അക്ഷരം ഉരിയാടിയിട്ടില്ല. അച്ഛമ്മ പറഞ്ഞത് ശരിയാ. നല്ലൊരു വ്യക്തി അവൻ. വിനയത്തോടെ മാത്രമേ സംസാരിക്കൂ. മോശമായൊരു വാക്ക് പോലും പറയില്ല. കുറച്ചു കാലങ്ങളായിട്ട് ഞാൻ അവനെ കാണുന്നുണ്ട്. നന്മയുള്ളവനാ അച്ഛമ്മേ. ശരിയെന്നാ. നിനക്കൊരു വീണ്ടും വിചാരമില്ലേ? റോഡിലൂടെ നടന്നു പോകുമ്പോ നിനക്ക് ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ചാലെന്താ? എവിടെയോ എന്തൊക്കെ ആലോചിച്ച് നടക്കുക. എത്ര വലിയ അപകടത്തിനാ നീ രക്ഷപ്പെട്ടത്. ഒരല്പം ഞാൻ ലേറ്റ് ആയിരുന്നെങ്കിലോ? ആലോചിച്ചോണ്ട് നടന്ന വഴിക്ക് ഒന്നും ശ്രദ്ധിച്ചില്ല. അതെനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അത്രയ്ക്ക് ഗാഢമായി ആലോചിക്കാൻ എന്താ ഉള്ളേ? എനിക്കെല്ലാം അറിയാൻ ചാരു. നീ എന്നെ കുറിച്ച് തന്നെ ആലോചിച്ചേ. നമ്മുടെ പ്രണയത്തെക്കുറിച്ച് ആലോചിച്ചത്. നീ എന്റെ പ്രണയം നിരസിക്കുകയാണെങ്കിൽ ഞാൻ എന്തായി തീരുമെന്നല്ലേ ചിന്തിച്ചത്? പറയൂ ചാരു. നിന്നോട് പ്രേമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ അത് തുറന്നു പറഞ്ഞേനെ. അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ ഇതുവരെ ഒന്നും തുറന്നു പറയാത്ത. കിട്ടാത്ത വാതൊക്കെ മുട്ടിയിട്ട് കാര്യമില്ലെന്ന് നിനക്ക് അറിയില്ലേ? ചരു, ചരു, ഞാൻ പറയുന്നത് കേക്ക്. നിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ആരെയാ പേടിക്കുന്നതെന്നും എനിക്കറിയാം. ഒരു തവണ ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേക്ക്. ഇത്രയും നാളും നമ്മുടെ പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞാൽ എന്താ സംഭവിക്കാന്ന്, ആരൊക്കെ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാന്നും പേടിച്ചുകൊണ്ട് ഞാൻ ആകെ വല്ലാത്തൊരു മൂഡിലായിരുന്നു. പക്ഷേ സഞ്ജന ഇപ്പൊ അവളുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അവളുടെ കല്യാണം നടത്തി കൊടുക്കാൻ എല്ലാവരും മനസ്സ് കാണിക്കുന്നുണ്ട്. സഞ്ജനയുടെ പ്രണയത്തിന് കട്ട സപ്പോർട്ടായിട്ട് ഏട്ടത്തി കൂടെ നിന്നേ. ഒരു തരത്തിൽ പറഞ്ഞ ഏട്ടത്തിയാണ് എല്ലാം ശരിയാക്കിയത്. അതുപോലെ നമ്മുടെ പ്രണയത്തിന്റെ കാര്യവും ഏട്ടത്തിയമ്മയോട് പറയുകയാണെങ്കിൽ
ഉറപ്പായും ഏട്ടത്തി അമ്മ നമ്മളെ സപ്പോർട്ട് ചെയ്യും ചാരു. വീട്ടുകാരുടെ കാര്യമൊക്കെ ഏട്ടത്തി തന്നെ നോക്കിക്കോളും. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞ എല്ലാവർക്കും അത് സന്തോഷാവും ചാരു. വിവേക്, ഇപ്പൊ തന്നെ എന്റെ ചേച്ചിയുടെ തലയിൽ താങ്ങാവുന്നതിലധികം ഭാരമുണ്ട്. തീരാത്തത്രയും പ്രശ്നങ്ങളും ഉണ്ട്. നമ്മളായിട്ട് കുറച്ചുകൂടെ ഭാരം എടുത്ത് തലയിൽ വെച്ച് കൊടുക്കരുത്. അങ്ങനെയൊന്നും ആവില്ല ചാരു. നമ്മുടെ പ്രണയത്തെ ഏട്ടത്തി ഒരു കാരണവശാലും പ്രശ്നമായി കാണില്ല. നിനക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടാ. എല്ലാവരുടെയും കാര്യത്തിൽ കയറി ഇടപെടുന്നത് കൊണ്ടല്ലേ എന്റെ ചേച്ചിക്ക് എല്ലാവരുടെ മുമ്പിൽ ചീത്തപ്പേരുണ്ടായത്. എല്ലാവരും മടിച്ചു നിൽക്കുന്ന സമയത്ത് എന്റെ ചേച്ചി അതിനായി ഇറങ്ങി പുറപ്പെടുന്നോണ്ടാ പലർക്കും ഇന്ന് ചേച്ചി ശത്രുവായത്. ഇനി നീയും നമ്മുടെ പ്രണയം പിടിച്ചോണ്ട് അങ്ങോട്ട് ചെന്നാ മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ചേച്ചി എല്ലാവരുടെ മുമ്പിൽ ഒരു കുറ്റവാളി പോലെ നിൽക്കേണ്ടി വരും. എനിക്കത് കാണാൻ ആഗ്രഹമില്ല. അങ്ങനെ പറയല്ലേ ചാരു. നോ വിവേക്, അവസാനമായിട്ട് പറയാ കേട്ടോ. നീ എന്നെ പ്രണയിക്കുന്നുണ്ടെന്നോ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നോ എന്റെ ചേച്ചിയോട് എങ്ങാനും പറഞ്ഞ പിന്നെ നീ എന്നെ കാണില്ല. ഇതെന്തൊരു കഷ്ടാ ചാരു. ഞാൻ ഇത് ചുമ്മാ പറയുന്നതല്ല വിവേക്. എന്റെ മേലെ നീ ആണയിട്ടിരിക്കുന്നെ. വാക്ക് തെറ്റിച്ചാൽ എന്റെ മരണം ഉറപ്പാ. ഓർമ്മയിരിക്കട്ടത്. ചാരു ചാരു ഞാൻ പറയട്ടെ. ഛേ. എന്തിന്റെ പേരിലാ ചാരു ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പൊ ഏട്ടത്തിയോട് ഞങ്ങളുടെ കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഛേ. നിന്നെ എനിക്ക് ഒത്തിരി 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 ഇഷ്ടാ വിവേക്. പക്ഷെ പുറത്ത് പറയാൻ പറ്റുന്നില്ല. നീയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞ അത് സമ്മതിച്ചു തരാനോ നമ്മളെ അനുഗ്രഹിക്കാനോ മനസ്സുള്ള ആരും നിന്റെ വീട്ടിലില്ല വിവേക്. അന്ന് കൊറിയയിൽ എന്താ നടന്നെന്നുള്ളത് ഇതിനകത്തുണ്ടാവോ? അത്രയും വലിയൊരു അപകടം നടന്നതിനുള്ള കാരണം ഈ ഹാർഡ് ഡിസ്കില് എവിടെയെങ്കിലും ഉണ്ടായിരിക്കണേ ഈശ്വര. അവിടെ നിൽക്കുന്ന മനുഷ്യനാരാ? അയാളുമായിട്ട് മഞ്ജരിക്ക് എന്താ കാര്യം? അപ്പോ മഞ്ജരിയാണ് ഈ ബ്ലാസ്റ്റിന് പുറകിൽ. മഞ്ജരി എന്തിനും മനഃപൂർവ്വം അങ്ങനെ ഒരു അപകടം വരുത്തി വെക്കണം? ഇയാളെയല്ലേ ഞാനിപ്പോ ആ വീഡിയോയിൽ കണ്ടത്? സംശയമില്ല, അത് ഇത് ഒരേ ആള് തന്നെയാ. വീണ്ടും ഇതിനേട്ടനെ അപകടപ്പെടുത്താൻ വേണ്ടിയായിരിക്കും വന്നിരിക്കുന്നത്. ഇയാളിപ്പോ എന്തിനിങ്ങോട്ട് വരണം? ഹലോ മേഡം, ഞാൻ സിദ്ധുവാ മേഡം സംസാരിക്കുന്നേ. ഇങ്ങനെ തുരു തുര എന്നെ വിളിക്കരുന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണമായിരുന്നു.
അതുകൊണ്ടാണ് മാഡം ഞാൻ നേരിട്ട് വന്നേ. എന്ത് നേരിട്ട് വന്നെന്നോ? നീ ഇപ്പൊ എവിടെയാ? നിങ്ങളുടെ വീടിന്റെ പുറത്ത് ഗേറ്റിന്റെ അടുത്തായിട്ട് തന്നെ നിൽക്കണ്ട്. ഏയ്, നിന്റെ തലയ്ക്ക് ഓളമുണ്ടോ? ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് എന്ത് ധൈര്യത്തിലാ നീ വീട്ടിലേക്ക് വന്നത്? ഇത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നിനക്കറിയോ? 1-2 വട്ടം ഞാൻ വിളിച്ചായിരുന്നു മാഡം. മാഡം ഫോൺ എടുക്കാണ്ടായപ്പോ ഞാനിങ്ങ് നേരിട്ട് പോന്നതാ. ഓ, എന്നാ നീ അവിടെ തന്നെ നിൽക്ക്. ആരും കാണരുത് കേട്ടോ. ഞാൻ ദേ ഇപ്പൊ വരാം. ഓക്കെ മാഡം. ഡാ, എന്ത് തോന്നിയോസാ നീ കാണിച്ചത്? ഇവിടെ ആരെങ്കിലും നിന്നെ കണ്ട നീ ഞാനും പെടില്ലേ? അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു. നിങ്ങളോടല്ലാതെ വേറെ ആരോടെ ചോദിക്കുക? ഇനി ഞാൻ നിനക്ക് എന്തിനാ പണം തരേണ്ടത്? മഞ്ജരിക്കെന്താ അവനോടൊരു രഹസ്യം പറച്ചിൽ? അന്ന് ക്വാറിയിൽ വെച്ച് ചെറിയൊരു ബ്ലാസ്റ്റ് നടത്താനാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അത്രയും വലിയൊരു അപകടം ഉണ്ടായത് നീ കാരണമല്ലേ? അപ്പോ അന്ന് ക്വാറിയിൽ നടന്ന ബ്ലാസ്റ്റ് മഞ്ജരി മനഃപൂർവ്വം ചെയ്യിച്ചതായിരുന്നോ? ചെറിയൊരു പൊട്ടിത്തെറിയായിരുന്നെങ്കിൽ മിഥുൻ ചെറിയ മുറിവുകളോടെ രക്ഷപ്പെട്ടുള്ളൂ എന്ന് കരുതിയെ. പക്ഷെ നീ കാണിച്ചു കൂട്ടി വെച്ചതൊക്കെ ഇവിടെ ഒരു ജീവൻ പോകുന്നത് വരെ കൊണ്ടെത്തിച്ചു. മിഥുന് വലുതായിട്ടൊന്നും സംഭവിക്കാത്തോണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടു. അല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അത് ശരി. അപ്പൊ ഇവളെന്തിനാ അങ്ങനെ ഒരു ബ്ലാസ്റ്റ് ചെയ്യിച്ചത്? ഞാനും ചെറിയൊരു ബ്ലാസ്റ്റാണ് മാഡം പ്ലാൻ ചെയ്തത്. പക്ഷേ അതെങ്ങനെ അത്രയും വലിയ ബ്ലാസ്റ്റ് ആയെന്ന് എനിക്കും അറിയില്ല. അതിന് ഞാൻ എന്ത് ചെയ്യാനാ മാഡം? നോക്ക്, ചെയ്യാവുന്നതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് വന്ന് ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം ഇവിടുന്ന് സ്ഥലം കാലിയാക്ക്. മാഡം, എന്തെങ്കിലും കുറച്ച് പണം തരണം മാഡം. ആ സംഭവത്തിന്റെ പേരിൽ പണം തരണമെന്നും പറഞ്ഞ് ഈ വീടിന്റെ പരിസരത്ത് എങ്ങാനും വന്നാ നിന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും. പോടാ അവിടുന്ന്. അത് ശരി. അന്നത്തെ ആ ബ്ലാസ്റ്റ് നീ മനഃപൂർവ്വം ആളെ വെച്ച് ചെയ്യിച്ചതായിരുന്നല്ലേ? മിഥുനേട്ടന്റെ ദേഹം മാസകലം മുറിയാനും നീയായിരുന്നു കാരണം. എന്റെ ജീവൻ വരെ അപകടത്തിലായത് നീ കാരണമാണ് അല്ലേ മഞ്ജരി? അതെ, ഞാൻ തന്നെ ചെയ്യിച്ചേ. അതിനിപ്പോ എന്താ? ആ ബ്ലാസ്റ്റ് നടന്നപ്പോ മിഥുനേട്ടന് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? എനിക്ക് പകരം മിഥുനേട്ടൻ അന്ന് മരണക്കിടക്കയിലായിരുന്നെങ്കിലോ? അന്ന് ഭാഗ്യം എന്നെ തുണച്ചതുകൊണ്ട് മിഥുനൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു. അങ്ങനൊരു ബ്ലാസ്റ്റ് ചെയ്യേണ്ട കാരണം എന്തായിരുന്നു? നീ അടുത്തു കൂടിയതുകൊണ്ടാണ് മിഥുൻ അപകടങ്ങൾ വീണ്ടും ഉണ്ടാവുന്നതെന്ന് എനിക്ക് വരുത്തി തീർക്കണമായിരുന്നു. അങ്ങനെ വരുമ്പോ നിന്നെ ഇവിടെ നാട്ടി ഓടിക്കാൻ അരുണിമാന്റെ തയ്യാറാവും. അമ്മ എന്നെ വെറുക്കാനും മാട്ടി ഓടിക്കാനും വേണ്ടിയാണോ നീ ഞങ്ങളുടെ ജീവൻ അപകടത്തിലാക്കാൻ നോക്കിയേ? എനിക്കെതിരെ നീ പല പണിയും പണിയുന്നുണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ ഇത്രയ്ക്കും തരം താഴ്ന്ന് ഓർത്തില്ല. നീ അന്ന് കാണിച്ച വിവരക്കേടിന് ആരുടെയെങ്കിലും ജീവൻ അന്ന് അവിടെ വെച്ച് നഷ്ടമായിരുന്നെങ്കിലോ? നിനക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നീയും മിഥുനും തമ്മിൽ വേർപിരിയണം. നിന്റെ ജാതകദോഷമാണ് മിഥുനെ അപായപ്പെടുത്തുന്നതെന്ന് ഇവിടെ എല്ലാവരും വിശ്വസിക്കണം. അങ്ങനെ വരുത്തി തീർക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ മടിക്കില്ല. ഇനി നിനക്കത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇത്രയ്ക്കും കണ്ണിച്ചോരയില്ലാത്ത വർഗമായിരുന്നോ നീ? എന്റെ മിഥുനെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും മടിക്കില്ല. അക്കാര്യത്തിൽ ആരും ഒരു ദയം പ്രതീക്ഷിക്കാൻ വേണ്ട. ഇതിന് സ്നേഹം നല്ല പറയേണ്ടത്, പ്രാന്തെന്ന മഞ്ജരി. നിന്നെപ്പോലുള്ളവന്മാർക്ക് സ്നേഹത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? നീ എന്നൊരു വ്യക്തി എനിക്ക് തടസ്സമായി വന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് പകരം ഈ വീട്ടിലെ മരുമകളായി ഞാൻ ഇവിടെ ജീവിച്ചേനെ.
ഇങ്ങനെ നിന്നോട് ഉത്തരം പറയേണ്ട ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. നിന്റെ സകല ക്രൂരതകളും ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്ന് കരുതി ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ മിഥുനേട്ടനെ അപകടപ്പെടുത്തിയ ഞാൻ വെറുതെ ഇരിക്കില്ല. ഇപ്പൊ തന്നെ നടന്നതെല്ലാം എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ പൊളിക്കും. നിക്ക് മേഘനെ, ചെന്നിട്ട് എന്താന്ന് പറയാൻ പോകുന്നെ? മഞ്ജരിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ നിസ്സാരായിട്ട് എല്ലാവരും വിശ്വസിക്കുമെന്ന് കരുതിയോ? യാതൊരു തരത്തിലുള്ള തെളിവും കൈവശവും ഇല്ലാതെ നിന്റെ വാക്കും വിശ്വസിച്ച് എന്നെ ഒരാട്ടി പുറത്താക്കുമെന്നോ? ഇപ്പൊ എന്നോട് സംസാരിച്ചിട്ട് പോയവൻ ക്വാറിയിൽ എന്റെ അടുത്ത് ജോലിയും അന്വേഷിച്ച് വന്നവനാണെന്ന് എപ്പോഴേ ഞാൻ മിഥുന്റെ അടുത്ത് ജാമ്യം എടുത്തു കഴിഞ്ഞു. ഇനി ചോദിച്ചാലും ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോ ഞാൻ കാരണമാണ് ആ ബ്ലാസ്റ്റ് നടന്നതെന്ന് എങ്ങനെയാ നീ എല്ലാവരും വിശ്വസിപ്പിക്കാൻ പോകുന്നേ? മഞ്ജരി പറഞ്ഞത് ശരിയാണല്ലോ. ആ ഹാർഡ് ഡിസ്കിലെ വീഡിയോയും വെച്ചുകൊണ്ട് മഞ്ജരിയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചതെന്ന് തെളിയിച്ചെടുക്കാൻ പാട് തന്നെയാണ്. നീ ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാലേ എല്ലാവരും നിന്നെ സംശയത്തിന്റെ കണ്ണുകളോടെ കാണും. നീ ഞാനാണ് കുറ്റവാളിയെന്ന് അവിടേക്ക് തെളിയിക്കാൻ ചെന്നാ എല്ലാവരും കൂടി നിന്നെ പിടിച്ച് കുറ്റവാളിയാക്കും. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല മേഘനെ. ഏട്ടത്തി ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ ഈ വീട് മുഴുവൻ തപ്പി നടക്കായിരുന്നു. എന്താ സഞ്ജന കാര്യം? ആകാശം വീട്ടുകാരും പുറപ്പെടുന്നു പറഞ്ഞേ. ശരി, ആദ്യം നീയാണ് ഒരുങ്ങേണ്ടത്. വന്നേ. അതിരിക്കട്ടെ, വെല്ലേട്ടനെ അവിടെ ആളെ കാണുന്നില്ലല്ലോ. പുറത്തിങ്ങോട്ട് പോയിരിക്കാം, ഇപ്പൊ വരുവാള്. നീ വന്നേ. ഓ മൈ ഗോഡ്, മേഘനയുടെ കയ്യിൽ അപ്പൊ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടല്ലേ ഇത്രയും വലിയ സത്യം അറിഞ്ഞിട്ടും നാവിറങ്ങിയ പോലെ ആളിവിടെ ഓടിക്കളഞ്ഞത്? മറിച്ചായിരുന്നെങ്കിൽ അവൾ ഇപ്പൊ തന്നെ എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി മിഥുന്റെ കൂടെ ഭാര്യയായിട്ട് മരണം വരെ ഇവിടെ വേറെ ഉറപ്പിച്ചേനെ. താങ്ക് ഗോഡ്. പിന്നെ എവിടെ നോക്കി വരുന്നേ? റോങ് സൈഡിൽ കയറി വരും. തനിക്കെന്താ ബോധമില്ലേ? എന്താണ് മിഥുൻ, എന്തിനാ കിടന്ന് ചാടുന്നേ? റോങ് സൈഡിൽ റോക്കറ്റ് പോലെ പാഞ്ഞു വന്നിട്ട് എന്നെ പോലെ നേരായ മാർഗത്തിൽ വരുന്നതോട് തർക്കിച്ചിട്ട് ജയിക്കാന്ന് വിചാരിക്കണ്ട. നിന്നെ പരാജയപ്പെടുത്താനാണെങ്കിൽ ഞാൻ ഏത് റൂട്ടും പിടിക്കാൻ തയ്യാറാവും മിഥുൻ. അതൊക്കെ നിന്റെ ദിവാസ്വപ്നം മാത്ര പ്രവീൺ. എന്നെ പരാജയപ്പെടുത്തണമെങ്കിൽ നീ 10 ജന്മം എടുക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസത്തെ പ്രസന്റേഷനിൽ നിനക്കത് മനസ്സിലാവേണ്ടയാണല്ലോ. എടാ, എന്നെ തറ പറ്റിക്കാൻ നീ ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചു നോക്കിയാലും അതൊക്കെ വെറും പാഴ്വേലയായിരിക്കും. നിന്റെ മുൻപാകെ ഞാൻ തോറ്റിട്ടുള്ളത് 1 തവണയല്ല 2 തവണയോ അല്ല എന്ന് എനിക്കറിയാം. എന്നാൽ എപ്പോഴും നിനക്ക് മാത്രമാണ് ജയമെന്ന് നീ കരുതണ്ട. ഈ തവണ ഞാൻ നിനക്ക് നൽകുന്ന ഒരു അടിയുണ്ടല്ലോ, അത് നീ വിചാരിക്കുന്നതിലും ശക്തിയുള്ളതായിരിക്കും. നീ കരുതിയിരുന്നോടാ, നീയും നിന്റെ കുടുംബവും നിലം പതിക്കാൻ സമയമായിരിക്കുന്നു. നിന്റെ സാമ്രാജ്യം തകരാൻ തുടങ്ങിക്കഴിഞ്ഞടാ. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. അടി എവിടുന്ന് ഏത് വിധത്തിലായിരിക്കുമെന്ന് നിനക്ക് അറിയാൻ പറ്റില്ല. ഏത് അവതാരത്തിലും അത് നിന്നെ മുക്കി കൊന്നുകളയും. അത് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. വാവ്,
ഈ പട്ടാപ്പകൽ ഇങ്ങനെ പകൽക്കിനാവ് കാണാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇത് പകൽക്കിനാവല്ല മിഥുൻ നന്ദൻ, നിന്റെ അന്ത്യം വരുത്തുന്ന സത്യങ്ങളാ. വാമനനായി ഞാൻ അവതരിക്കാൻ പോകുന്നതേ ഉള്ളൂ, നിന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ വേണ്ടി. മഹാബലിയെ പോലെ വർഷത്തിൽ ഒരിക്കൽ പോലും നിനക്ക് പിന്നീട് പൊന്താൻ കഴിയില്ല മിഥുൻ. നിന്റെ രാവണക്കോട്ടയുടെ മതിൽക്കെട്ടുകൾ നിലം പതിക്കാനുള്ള സമയമായി മിഥുൻ. കരുതിയിരുന്നോ? നമസ്കാരം. ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. അത് ശരി. അതിരിക്കട്ടെ, ആകാശ് ഇവിടെ എന്തോ അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞു പോയതാ. പെട്ടെന്ന് ഇങ്ങ് എത്തിക്കോളൂ. ഓ ശരി, എന്നാ ഞങ്ങൾ അകത്തേക്ക് വരും. നടക്ക്. ഞങ്ങളുടെ അച്ഛമ്മ. നമസ്കാരം. ഇത് മിഥുനേട്ടന്റെ മിഥുനേട്ടന്റെ അച്ഛൻ. നമസ്കാരം. സഞ്ജനയുടെ വല്യമ്മയും വല്യച്ഛനായവര്. ഇത് ഞങ്ങളുടെ ചെറിയമ്മ. നമസ്കാരം. സഞ്ജനയുടെ അമ്മയാണ് കേട്ടോ. ഓഹോ, നിങ്ങളിരിക്കും. എന്തുപറ്റി? ആകാശ് വന്നില്ലായിരുന്നോ? എന്തോ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയിരിക്കാണെന്ന്. ഇങ്ങോട്ടേക്ക് വന്നോളൂന്നാ പറഞ്ഞ. ഞാനിപ്പോ വരാവേ. ഇത് എന്റെ മോൻ. എല്ലാവർക്കും സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നോ പ്രോബ്ലം ആകാശ്, പ്ലീസ് സിറ്റ് ഡൗൺ. ഇതെന്ത് പരിപാടിയാ? നീ ഇങ്ങനെ പെണ്ണ് കാണാൻ പോലും ലേറ്റ് ആയിട്ട് വന്നാ നാളെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ? നിനക്ക് വേണ്ടി ഇവിടെ ഫാമിലി മൊത്തം കാത്തിരിക്കായിരുന്നു എന്ന് അറിയായിരുന്നല്ലോ. ഇന്ന് നിന്റെ പെണ്ണ് കാണലായിരുന്നു എന്നുള്ളതും നിനക്കറിയായിരുന്നു. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ മാത്രമേ നാളെ ഇത് കല്യാണത്തിൽ എത്തൂ എന്നുള്ള കാര്യവും നിനക്കറിയാലോ. എന്നിട്ടും ഇത്രയും ലേറ്റ് ആയിട്ട് വന്നത് ശരിയാണോ? പെണ്ണ് കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? അതോ ഇനി ഈ കല്യാണത്തിന് തന്നെ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല ആന്റി, ഞാൻ എപ്പോഴും സമയം പാലിക്കാറുള്ളതാ. പിന്നെ ഇന്നെന്താണാവോ ലേറ്റ് ആയത്? ഞാൻ ഇറങ്ങിയ സമയത്ത് ഒരു രോഗിക്ക് അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വന്നു. എന്റെ കല്യാണാലോചനയ്ക്ക് 10 മിനിറ്റ് ലേറ്റ് ആയി വരുന്നതിനേക്കാളും ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ വലുത്. ഹോസ്പിറ്റൽ വരെ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് വരുമായിരുന്നു ആന്റി. നീ അത് കേട്ടോ പ്രിയമതേ? ഇത്ര ചെറുപ്രായത്തിൽ തന്നെ എത്ര നല്ല ചിന്താഗതിയാ. ഇങ്ങനൊരാളെ കിട്ടിയത് സഞ്ജനയുടെ ഭാഗ്യം തന്നെയാ. സഞ്ജനയുടെ സെലക്ഷൻ കൊള്ളാട്ടോ. ഇതുവരെ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ട് പോലും ഇല്ല അമ്മേ. സംസാരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഇനിയും ധാരാളം സമയമുണ്ട്. ഈ പെണ്ണുകാണലും കല്യാണമൊക്കെ മാറ്റിവെച്ച് ചിന്തിച്ചാലും ഇന്നത്തെ കാലത്തെ പിള്ളേരാരും ആകാശിനെ പോലെ ചിന്തിക്കില്ല. എല്ലാ മനുഷ്യർക്കും അവരുടെ സ്വാർത്ഥതയെ വലുത്. സ്വന്തം കാര്യം നോക്കി ഓരോന്ന് ചെയ്യാറുള്ളത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനിടയ്ക്കും ഒരു മനുഷ്യന്റെ അത്യാവശ്യം മനസ്സിലാക്കി ഇവൻ അങ്ങോട്ട് ഓടിച്ചെന്നെങ്കിൽ അതൊരു ചെറിയ കാര്യമാണോ പ്രിയമത്? സത്യത്തിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് യു ആകാശ്. താങ്ക് യു സോ മച്ച് ആന്റി. അതിരിക്കട്ടെ, പെൺകുട്ടി വന്നില്ലല്ലോ. ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം.